ഇപ്രാവശ്യം അങ്ങൂന്ന് ഫണ്ട് വരുമ്പോ ദൈവം തമ്പുരാനുള്ളത് ദേ ഈ കൈവെള്ളയിലോട്ട് വെച്ച് തന്നേക്കണേ മോളെ. പള്ളിക്ക് സംഭാവന തരാൻ മാത്രമുള്ള ഫണ്ടൊന്നും ഇല്ല അച്ചോ. സംഭാവന ഏത് പിച്ചച്ചട്ടിന്നായാലും കർത്താവിന് ഇഷ്ടമാ മോളെ. എന്റെ അങ്കിളിനേക്കാൾ വലിയ ഷൈലോക്ക ഫാദർ. സമ്മതിച്ചു. താങ്ക് യു. ഗുഡ് മോർണിംഗ് ഫാദർ. ഗുഡ് മോർണിംഗ്. വാ മോളെ. എന്താ മോളെ ഇത്? ഇത് കുട്ടിക്ക് പ്രൈസ് കിട്ടിയതാ. ആണോ? കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ഫാദർ മോടെ പാപ്പയെ വിളിച്ച് പറയാം. ഒരു മെഗാ സീരിയൽ സബ്ജക്റ്റ് ഇപ്പൊ പോയത് അല്ലേ അച്ചോ? അവിഹിത ബന്ധത്തിൽ ഒരു കുട്ടി ഉണ്ടാവുക, വീട്ടുകാരറിയാതെ ആ കുട്ടിയെ അനാഥാലയത്തിൽ പാർപ്പിക്കുക, ഇടയ്ക്കിടയ്ക്ക് ഒളിച്ചും പാത്തും കാണാൻ വരിക, അതിനെല്ലാം ഒരു പള്ളിയിൽ അച്ഛന്റെ അനുഗ്രഹം ഉണ്ടാവുക. സാധനം പൈങ്കിളിയാണെങ്കിലും ഒരു ഹിറ്റ് കണ്ണീർ പരമ്പര ഉറപ്പ്. ഈ കഥ ചാനലിന് പറഞ്ഞു കൊടുത്താ പള്ളിക്ക് നല്ല വരുമാനം ഉണ്ടാവും അച്ചോ. ഗുഡ് ഐഡിയ. ഈ വൃത്തികേടിന് കൂട്ടു നിൽക്കാൻ അച്ഛന് നാണല്ലേ? സ്വന്തം കുട്ടിയെ അംഗീകരിക്കാൻ വയ്യെങ്കിൽ ഇങ്ങോട്ട് വരണ്ടെന്ന് പറയച്ചോ. അത് ഞാൻ എങ്ങനെ പറയും? പ്രത്യേകിച്ച് ചിപ്പമ്മോള് ആൽബിയുടെ കുട്ടിയല്ലാതിരിക്കുമ്പോ. ആലീസിന്റെ മകളാ ചിപ്പ, ആൽബിയുടെ പെങ്ങളുടെ. ഒരർത്ഥത്തിൽ ആലീസ് ഒരു വിധവയാണ്, നിയമപരമായി വിവാഹം നടന്നിട്ടില്ലെങ്കിലും. എന്ന് വെച്ചാ പറയാം. ഇനി പറയണമെങ്കിൽ ടച്ചിങ്സ് എന്തെങ്കിലും വേണം. എന്തെങ്കിലും താടോ മജീഷ്യ. ആഹാ, ചോക്ലേറ്റാ? നിങ്ങളുടെ ഈ മാജിക്ക് തന്തൂരി ചിക്കനൊന്നും കിട്ടത്തില്ലേ? ഓ, നിങ്ങളുടെ വെജിറ്റേറിയൻ മാജിക്കായിരിക്കും അല്ലേ? കൊള്ളാം. അപ്പൊ പറഞ്ഞു വന്നത് ആൽബിച്ചായന്റെ കാര്യം. സംഗതി കുറച്ചു കാലം മുമ്പ് നടന്നതാ. അന്ന് ഈ ആലീസിന് 16 17 വയസ്സ് പ്രായം. അറിയാലോ ആ പ്രായം. ആദ്യമായിട്ട് സ്മോൾ അടിക്കുന്നവനൊരു 4 എണ്ണം ഒരുമിച്ചടിച്ച് അങ്ങനെ ഇരിക്കും. ഇങ്ങനെ പെമ്പിരിയായിട്ട് ഇരിക്കുന്ന പ്രായം. ആലീസ് ഒരാളെ പ്രേമിച്ചു. എന്താണ് അയാളുടെ പേര്? സുന്ദർ. കറക്റ്റ്. സത്യം പറ, CID ആണോ? അല്ലല്ലേ? രക്ഷപ്പെട്ടു. ആലീസിന്റെ ആ ചെറുക്കിന്റെ കല്യാണം വരെ ഫിക്സ് ചെയ്തതാ. കെട്ട് കിടക്കുന്നതിന് ഒരാഴ്ച മുമ്പ് ഈ പെങ്ങടെ മുന്നിൽ വെച്ച് അവനൊരു ആക്സിഡന്റിൽ തട്ടിപ്പോയി. അപ്പൊ ആദ്യം ഉണ്ടായ അസുഖം പിന്നെ ഇരട്ടിയായി. ആശുപത്രിയിൽ കൊണ്ടുപോയി. അപ്പൊ അവിടെ ചെന്നപ്പോഴല്ലേ അറിയുന്നത് ആണെന്നുള്ള വിവരം. അന്ന് ഈ ലോനപ്പനടക്കം എല്ലാരും പറഞ്ഞെന്താണെന്നറിയാവോ? പ്രസവം കഴിയുമ്പം അവള് നോർമലാവുന്നു. എന്നിട്ട് കഴിഞ്ഞപ്പോഴോ വീണ്ടും അബ്നോർമലായി. ആലീസിന്റെ അടുത്ത് നിർത്തിയ ആ കൊച്ചിന് പെട്ടെന്ന് സ്വർഗത്തിൽ സീറ്റ് റിസർവേഷൻ ചെയ്യേണ്ടി വരുമെന്ന് മനസ്സിലായപ്പോ ആൽബിച്ചാൻ അതിനെ ഓർഫനേജിലാക്കി. പപ്പാന്നാ കൊച്ചു ആൽബിച്ചാനെ വിളിക്കുന്നത്. അതിനറിയാം പപ്പയല്ലെന്നുള്ള വിവരം. പക്ഷെ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ അങ്ങ് പോവാ. അല്ല, നിങ്ങളെന്തിനാ ആൽബിച്ചാന്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയുന്നത്? എന്തോന്ന് ചിരിക്കുന്നു? എനിക്കാ? ഇനിയാ? ശരിയാ, വഴി കൂടി ഇങ്ങനെ വാള് വെച്ച് പോകാനായിട്ട് ഉറ കൂടി അടിക്കുന്നല്ലേ അല്ലേ? ശരി. ഗുഡ് നൈറ്റ്. ഓക്കെ, മീറ്റ് അഗൈൻ. മീറ്റ് അഗൈൻ. മീറ്റ് അഗൈൻ. നമുക്ക് നാളെ മീറ്റാം കേട്ടാ മജീഷ്യ. എന്നെ നശിപ്പിക്കുന്നു. ആരടാ ഈ വണ്ടി പണിത്? എന്താ ആൽബിച്ചായ? നീയാണോടാ ഈ വണ്ടി പണിത്? എന്താ ഇപ്പൊ പ്രശ്നം? എന്താ? എടാ, ഇതിന്റെ ഡിക്കിയും ബോണറ്റും ചേസും ഒക്കെ കിടന്ന് ഇളകുകയാണല്ലോടാ. ഇതിന്റെ ഏതെങ്കിലും ഒരു ഭാഗമുണ്ടോ ശബ്ദമില്ലാത്തത്? ഉണ്ടല്ലോ. എന്തുണ്ടെന്ന്? ഒന്നിലെ കുടിക്ക് അല്ലെങ്കിൽ പണിയെടുക്ക്. ഇനി ഇതിനകത്ത് അങ്ങനെ കാലെടുത്ത് വെച്ച നിന്റെ കാലിയം ചവിട്ടി പിടിക്കും. ഇനി ഇതും പണിത് കൊളവാക്കണ്ട. എന്താടാ കിടന്ന് കിണിക്കണത്? മാലിച്ചായന്റെ വണ്ടി വരുന്നുണ്ട്. ആലീസ് മകളിൽ നിന്നും പ്രശ്നം ഉണ്ടാക്കി. അതിവിടെ ആര് നന്നാക്കും? പറയാൽപ്പിച്ച ആര് നന്നാക്കും?
എന്നാ പിന്നെ ഞാനങ്ങോട്ട് മോളില്ലെന്നു. ഹായ് മോർണിംഗ്. Come on. What problem? ഈ 4 ടയറിലും എയർ ചെക്ക് ചെയ്യണം. ഓ, അത്രേ ഉള്ളൂ. That I will do. കടക്കട പുറത്ത്. One second. ആൽബി, ഇനി നമ്മൾ തമ്മിൽ വഴക്കില്ലാട്ടോ. From now onwards we are friends. അതിന് നമ്മൾ തമ്മിൽ ഇതിനു മുമ്പ് വഴക്കുണ്ടായിരുന്നില്ല. എന്റെ ഉള്ളിലുണ്ടായിരുന്നു, ഞാനത് അവസാനിപ്പിച്ചു. അതൊന്ന് പറയാൻ വന്നതാ. ബൈ. ഹലോ മിസ്റ്റർ, എന്നെ ഇതിനകത്ത് കേട്ടുന്നുണ്ടോ ഇല്ലയോ എനിക്ക് ഇപ്പൊ അറിയണം. നിന്റെ അടുത്ത് മലയാളത്തിലല്ല പറഞ്ഞ ഇതിനകത്ത് കയറാൻ പാടില്ല. അപ്പൊ കേട്ടുന്നില്ല? കേട്ടുന്നില്ല. കേട്ടില്ലെങ്കിൽ മോനെ ഞാനത് ചെയ്യും. നീ എന്നെ എന്ത് ചെയ്യൂടാ? എന്ത് ചെയ്യുന്നു? എന്ത് ചെയ്യുന്നു? ഓൾറെഡി വന്ന് നോക്ക്. കണ്ടില്ല? നീ ഇവിടെ നിൽക്കുകയാണോ? അത് ശരി. ദാ മരുന്ന് കഴിക്കാനുള്ള സമയമായി. കമാൺ ടേക്ക് ഇറ്റ്. കഴിക്കുമോളെ. വെരി ഗുഡ്. ആലീസ്, ഹലോ. എന്നെ ഇപ്പൊ മാജിക് കാണിക്കാൻ കൊണ്ടുപോവോ? ആലീസ്, എനിക്കിവിടെ ഒരുപാട് ജോലിയുണ്ട്. എന്നെ ഇപ്പൊ കൊണ്ടുപോവോ ഇല്ലയോ? ഇപ്പൊ ഒന്നും പറ്റില്ല. ഹലോ, ഇത്തരം റിയാക്ഷൻസ് മുമ്പ് ആലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളതല്ലേ? ഇത് ആലീസിന്റെ ഷോർട്ട് ടൈം ഇൻട്രസ്റ്റുകളിൽ ഒന്ന് മാത്രമായി കൂട്ടിയാൽ മതി. ഒരു കാലത്ത് ടെഡി ബെയറുകളോടായിരുന്നു പ്രിയം, ഇപ്പൊ മാജിക്കിനോട്. അത് കാണാൻ ആൽബി സമ്മതിക്കാതിരുന്നപ്പോ അവൾ ആ ദേഷ്യം മുഴുവൻ ഫിഷ് ടാങ്കിൽ തീർത്തു. ദാറ്റ്സ് ഓൾ. എന്താ ആൽബി? നത്തിങ്. ഡോക്ടർ, ആലീസിന് അവൾക്കിപ്പോ ശരിക്കും ഭേദമുണ്ടല്ലേ? ഡോണ്ട് ഗെറ്റ് അപ്സെറ്റ് ആൽബി. നിങ്ങൾ എല്ലാവരും മനസ്സ് വെച്ചാൽ ആലീസ് എത്രയും പെട്ടെന്ന് നോർമലാവും. ഐ മീൻ, ആലീസുമായിട്ടൊരു മത്സരത്തിന് നിൽക്കണ്ട. അതൊരു പക്ഷേ. ശരി ഡോക്ടർ, ഞാൻ നോക്കിക്കോളാം. എന്ന് ആൽബി ചെന്ന് ആലീസിന്റെ ഇഷ്ടം നടത്തി കൊടുക്കാം. അപ്പോ ഇന്നിന് മാജിക് മതി അല്ലേ ആലീസ്? പോവാം. ഇപ്പൊ ഗോൾഡ് ഫിഷ്. ഇനി ഒരിക്കൽ ദേഷ്യത്തിന്റെ പേരിൽ അവൾ എന്നെയായിരിക്കും എന്തെങ്കിലും ചെയ്യുക. ചിലപ്പോ തോന്നും എല്ലാം വിട്ടെറിഞ്ഞിട്ട് എങ്ങോട്ടെങ്കിലും പോയാലോ എന്ന്. വർഷം കുറേ ആയില്ലേ അച്ചോ ഞാൻ ഈ വണ്ടി ഓടിക്കാൻ തുടങ്ങിയിട്ട്. ഇന്നേ വരെ സന്തോഷിക്കാനുള്ള എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എൻ്റെ ജീവിതത്തിൽ? കരിയോയിലിന്റെയും ഗ്രീസിന്റെയും മണമുള്ള കുറെ ദിവസങ്ങൾ. ദാറ്റ്സ് ഓൾ. ആൽബി, നീ ബൈബിളിലെ ജോബിന്റെ പുസ്തകം വായിച്ചിട്ടില്ലേ? ഒരു തെറ്റും ചെയ്യാത്തവരെയാവും ചിലപ്പോൾ കർത്താവ് കടുത്ത പരീക്ഷണങ്ങൾ തിരഞ്ഞെടുക്കുക. സാധാരണ മനുഷ്യർക്ക് ജീവിക്കാൻ കരുത്ത് കിട്ടുന്ന അപ്പോഴാണ്. ഞാൻ ഇന്നേ വരെ എനിക്ക് വേണ്ടി ജീവിച്ചിട്ടില്ല അച്ചോ. അങ്ങനെ വേണമെന്ന് ഈ നിമിഷം വരെ ഞാൻ ആഗ്രഹിച്ചിട്ടുമില്ല. അതാണ് നീ ചെയ്ത തെറ്റ്. ആലീസ് കാരണം ഒരു തവണ നിന്റെ കുടുംബജീവിതം പരാജയപ്പെട്ടു എന്ന് വെച്ച് എല്ലായ്പ്പോഴും അത് ആവർത്തിക്കണമെന്നില്ല. ആലീസിനെയും അവളുടെ മകൾ ചിപ്പയെയും നിന്നെയും ഒക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാൾ, അങ്ങനെ ഒരാൾ വന്നാൽ, അല്ല അപ്പോഴും നീ കപ്പിയാര് കപ്പിലേണ്ടതുപോലെ ബ്ലിങ്കസിയാന്ന് നിൽക്കുവോ? ചിരിക്കണ്ട, അങ്ങനെ ഒരാളെ എനിക്കറിയാം. മറ്റാരുമല്ല, നമ്മുടെ മാണിച്ചന്റെ മരുമകൾ സോഫിയ ഉമ്മൺ.
അവൾ നിനക്ക് പറ്റിയ പെണ്ണ. ഞാൻ വേണേ മാണിച്ചിനോട് സംസാരിക്കാം. അയാൾക്കാണെങ്കിൽ അയാളുടെ മൂട്ട കാർ റിപ്പയർ ചെയ്യാൻ ഒരു സ്ഥിരം പണിക്കാരനുമായി. എന്തേ? അച്ഛൻ ഈ ലോഹയിട്ട് നന്നായി. അല്ലെങ്കിൽ ഇടവകയില് പ്രായമായ പെമ്പിള്ളേരൊക്കെ. നീ എന്താ ഉദ്ദേശിച്ച? ഞാൻ ഉദ്ദേശിച്ചത് അച്ഛൻ ഈ വികാരി പണിയേക്കാൾ നല്ലത് വിവാഹ ദല്ലാൽ പണിയായിരുന്നു. അത്രേ ഉദ്ദേശിച്ചുള്ളൂ. വേണ്ട, കേക്കണ്ട. സോഫി ഇവിടെ നിപ്പുണ്ടായിരുന്നോ? ഇല്ല, ഞാൻ വീട്ടിലേക്ക് പോകാൻ ഇറങ്ങുകയായിരുന്നു. ഞങ്ങള് പറഞ്ഞതൊക്കെ കേട്ടോ? അതിന് നമ്മളൊന്നും പറഞ്ഞില്ലല്ലോ. നമ്മള് പറഞ്ഞ കാര്യങ്ങൾ നമ്മളൊന്നും പറഞ്ഞില്ലല്ലോ. നമ്മൾ എന്തെങ്കിലും പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല. ഞാൻ പോയിട്ട് വരേ. ആൽബി, അങ്കിളിന്റെ കാർ ഇന്ന് ഞാൻ എടുത്തില്ല. അതുകൊണ്ട് Can you drop me on your way, please? അയ്യോ, അതിന് ഞാൻ വേറെ വഴിക്കാ പോകുന്നത്. ഇവൻ ആ വഴിക്ക് തന്നെ പോകുന്നത്. അല്ലെന്ന് ഞാൻ പോണത് നേരത്തിലേക്കൊന്നും അല്ലല്ലോ. ഇവളും ആ വഴിക്ക് തന്നെ. ഒന്ന് ഡ്രോപ്പ് ചെയ്യൂ. പോകൂ സോഫി, പോകൂ, പൊയ്ക്കോളൂ. ആൽബി കൊണ്ടുപോകൂ. റിസൾട്ട് നാളെ പറയണേ. അച്ഛന് ആദിയിലഖിലേശൻ ഒരു തൊഴിൽ ഞാൻ സൃഷ്ടിച്ചു. ഈ ലോകം ഒരു സഹിയുണ്ടായി, ഒരു തുണയുണ്ടായി. Wish you all the best. പോയോ? ആദിയിലഖിലേശൻ നരനെ സൃഷ്ടിച്ചു. അവനൊരു സഖിയുണ്ടായി, അവനൊരു തുണയുണ്ടായി. ആൽബിയുടെ ഡീറ്റെയിൽസ് മുഴുവൻ ഫാദർ എന്നോട് പറഞ്ഞു. ചിപ്പയുടെ കാര്യം പറഞ്ഞു തുടങ്ങിയതാ. പിന്നെ അന്നത്തെ പകൽ മുഴുവൻ ആൽബി ആയിരുന്നു വിഷയം. കർത്താവ് ഈശോ മിശിഹ കഴിഞ്ഞ അമ്പാട്ടച്ചന്റെ അടുത്ത ഹീറോ ആൽബിയാ. സോഫി എന്ന് സിംഗപ്പൂർക്ക് തിരിച്ചു പോകുന്നു. എന്തിന്? അല്ല, ഡാഡി മമ്മിയൊക്കെ അവിടെയല്ലേ? They are planning to come back. മടങ്ങി വന്നാലും എനിക്ക് അവർക്കിടയിൽ വലിയ സ്ഥാനമൊന്നുമില്ല. എൻ്റെ ഒരു അനുജനുണ്ട്. അവനാ മമ്മിയുടെയും ഡാഡിയുടെയും പെറ്റ്. അത് അസൂയ, നല്ല മുഴുത്ത അസൂയ. മൂത്ത മകളുടെ സ്ഥാനം അനുജൻ എങ്ങനെയാ തട്ടിയെടുക്കുക? പക്ഷെ മകളല്ലെങ്കിലോ? ഐ ആം എൻ അഡോപ്റ്റഡ് ഡോട്ടർ. ആൽബിയുടെ ചിപ്പമ്മോളെ പോലെ 5-6 വയസ്സ് വരെ ഞാൻ ഇവിടെയായിരുന്നു, ഈ അനാഥാലയത്തില്. മക്കളില്ലാതിരുന്ന സിസ്റ്റർക്ക് മാണിച്ചനങ്ങൾ ദത്തെടുത്ത് അയച്ചതാ എന്നെ. ആഹാ, എനിക്ക് ഇറങ്ങേണ്ട സ്ഥലത്ത് തന്നെ കറക്റ്റായിട്ട് നിർത്തിയല്ലോ ആൽബി. ഓർഫനേജിൽ വെച്ച് അച്ഛൻ പറഞ്ഞത് ആൽബിക്ക് ഒരു തമാശയായിട്ട് തോന്നിയിട്ടുണ്ടാവും. അത് അങ്ങനെ തന്നെ എടുത്താൽ മതി. ബൈ. ആരാത്? ഓ, it's you. Come, come, come. ഞാനേ രാവിലെ ഓ സോറി രാവിലെ നോക്കിയപ്പോഴേ ഒരുപാട് മാറാലിയും പൊടിയും. ഞാൻ 1 hour ആയിട്ട് ക്ലീൻ ചെയ്തോണ്ടിരിക്കുകയാണ്. ഇനിയും ഫിനിഷ് ആയില്ല.
Uncle Smiles! Auntie cries! Grandma dies! Grandpa 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 cries! Stop it! Grandma dies! Stop it, I say! Gran- എല്ലാത്തിനും ഒരു ലിമിറ്റ് വേണം. ഗ്രാൻഡ്മയ്ക്ക് തുടങ്ങിയ വട്ട് അതെങ്ങനെയാ രണ്ടെണ്ണകത്ത് ചെന്ന പിന്നെ ബോധം വേണ്ടേ? ഇങ്ങോട്ട് എണീറ്റ് വാ. ഏയ് ഇങ്ങോട്ട് എണീറ്റ് വരാൻ. ഗ്രാൻഡ്മാ, 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 ഗ്രാൻഡ്മാ. Grandma! I wish I had a grandma! 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 Hey, Alice. 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 Hey. Sorry. It's all right. മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെ ഉള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. Alice. Hey, എന്താ? ഗ്രാൻഡ്മയുടെ മരണം ആലീസിനെ വല്ലാതെ ഒലിച്ചിട്ടുണ്ട്. യെസ്,
ഇന്നലെ അവള് വല്ലാതെ ഇമോഷണലായി. ഒബ്വിയസ്ലി അതൊരു നല്ല ലക്ഷണമായിട്ടാണ് നമ്മൾ എടുക്കേണ്ടത്. ബന്ധങ്ങളുടെ മൂല്യം അവൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയെന്നാണ് അതിനർത്ഥം. പിന്നെ ഐ ഗോട്ട് സം ഗുഡ് സൈൻസ് ടുഡേ. അത് ക്ലിയർ ചെയ്യാൻ ആൽബിയെ വിളിച്ചത്. വീട്ടിൽ ആ മെജീഷ്യൻ റെഗുലറായി വരാറുണ്ടല്ലേ? 1-2 തവണ മാത്രം. ബട്ട് ഹീസ് എ ബെസ്റ്റ് ഫ്രണ്ട് നൗ. അയാളെ പറ്റി പറയുമ്പോൾ അവൾ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. ഡോക്ടർ ഉദ്ദേശിക്കുന്നത്? പേടിക്കണ്ട, ആലീസിന് അയാളോട് മറ്റു താല്പര്യങ്ങളൊന്നും ഇതുവരെ ഇല്ല. നമ്മുടെ ആലിസ് ഇപ്പോ ഒരു അത്ഭുത ലോകത്താണ്. ആലിസ് ഇൻ വണ്ടർലാൻഡ് കേട്ടിട്ടില്ലേ? ആ ലോകമാകെ റിയാലിറ്റിയിലേക്ക് വരാൻ അവളെ കൂടുതൽ സഹായിക്കുക. അയാളുടെ മാജിക്, അയാളുമായുള്ള സൗഹൃദം, മേ ബി അതെല്ലാം ആലീസിൽ ഒരുപാട് പോസിറ്റീവ് ചേഞ്ചസ് ഉണ്ടാക്കിയേക്കും. അപ്പോൾ ആ സൗഹൃദം നിലനിർത്താൻ നമ്മൾ സഹായിക്കുകയല്ലേ വേണ്ടത്? ഡു യു ഗെറ്റ് മീ? യെസ് ഡോക്ടർ. എങ്കിൽ നെക്സ്റ്റ് വീക്ക്